ഡോക്ടർ നീന പ്രസാദിന്റെ നൃത്തം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ജില്ലാ ജഡ്ജിയുടെ കത്ത്. സംഭവത്തിൽ പ്രതിഷേധിച്ച അഭിഭാഷകർക്കെതിരെ ജില്ലാ ജഡ്ജി ബാർ അസോസിയേഷന് നൽകിയ കത്തിലാണ് നൃത്തപരിപാടി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല എന്നും ഡിവൈഎസ്പി അമിതമായി ഇടപെട്ടതാണെന്നും ജില്ലാ ജഡ്ജി വ്യക്തമാക്കുന്നത്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, എന്താണ് അദ്ദേഹം ആ കത്തിൽ പറയുന്നത്? സനീഷ്, കഴിഞ്ഞ ദിവസം നീന പ്രസാദിന്റെ നൃത്തം തടസ്സപ്പെടുത്തി ജില്ലാ ജഡ്ജി തടസ്സപ്പെടുത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് പാലക്കാട് കോടതിയിലെ ജില്ലാ കോടതിയിലെ അഭിഭാഷകർ അവിടെ കോടതി വളപ്പിൽ പ്രതിഷേധ പരിപാടി നടത്തിയിരുന്നു. ഇത് ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടി ജില്ലാ ജഡ്ജി കലാം പാഷ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് നൽകിയ കത്തിലാണ് ഈ നൃത്തപരിപാടിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ തന്റെ ഭാഗം വിശദീകരിക്കുന്നത്. അത്തരം ഒരു ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്നതാണ് കലാം പാഷ പറയുന്നത്. താൻ അങ്ങനെ ഇടപെട്ടുകൊണ്ട് ഒരു നൃത്തപരിപാടി തടസ്സപ്പെടുത്തിയിട്ടില്ല. ശബ്ദം കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്റെ സെക്യൂരിറ്റി ഓഫീസർ പോലീസിന് സന്ദേശം നൽകിയിരുന്നു. പക്ഷേ ഡിവൈഎസ്പി തന്റെ അധികമായി പ്രവർത്തിച്ചത്, അതായത് നൽകിയ സന്ദേശത്തെക്കാൾ കൂടുതൽ അമിതമായി ഇടപെട്ടതാണ് ഈ പ്രശ്നത്തിന് കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലാതെ താൻ ഒരിക്കലും ഇടപെട്ടുകൊണ്ട് ഈ നൃത്തപരിപാടി അവസാനിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ തടസ്സപ്പെടുത്തണമെന്നോ വിചാരിച്ചിട്ടില്ല എന്നുള്ളതാണ് കലാം പാഷയുടെ വിശദീകരണത്തിൽ ഈ കത്തിൽ അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ കലാപരിപാടികളെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. 6 വർഷമായി സംഗീതം പഠിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഭരതനാട്യം അതിൽ അരങ്ങേറ്റം നടത്തിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഭരതനാട്യവും താൻ പഠിച്ചിട്ടുണ്ട് എന്നതെല്ലാം തന്നെ ഈ കത്തിൽ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. ഈ സംഭവങ്ങൾ വലിയ തോതിൽ തനിക്ക് വേദനാജനകമാണ്. അതുമാത്രമല്ല, മതപരമായ കാരണങ്ങളാൽ നൃത്തപരിപാടി നിർത്തിയെന്ന ആരോപണം വേദനാജനകമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ ഉൾപ്പെടെയായിരുന്നു അന്ന് ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇത് ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ. കോടതി വളപ്പിൽ ഈ പ്രതിഷേധ പരിപാടികൾ നടത്തിയത് മൂലം കോടതിയുടെ പ്രവർത്തനത്തിന് അത് ശല്യമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇനി ഇത്തരം സംഭവങ്ങൾ, കോടതി വളപ്പിലെ പ്രതിഷേധങ്ങൾ ഉൾപ്പെടെയുള്ള ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രത പാലിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബാർ അസോസിയേഷൻ പ്രസിഡന്റിന് അദ്ദേഹം കത്ത് നൽകിയിട്ടുള്ളത്. ഇത് ഉത്തരവാദിത്തം പൂർണ്ണമായിട്ടും പോലീസിന്റെ തലയിലിടുന്ന ഒരു വിശദീകരണമാണല്ലോ ഉണ്ടായിട്ടുള്ളത്. പോലീസിനോട് ആവശ്യപ്പെട്ടത് ശബ്ദം കുറക്കാൻ മാത്രമാണ്, പക്ഷേ അവർ അമിതമായി ഇടപെട്ടു, അതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പറഞ്ഞ് പോലീസിനെ കുറ്റപ്പെടുത്തുകയാണല്ലോ ജില്ലാ ജഡ്ജി ചെയ്യുന്നത്. പക്ഷേ അതിനകത്ത് അദ്ദേഹം മതപരമായിട്ടുള്ള കാരണങ്ങളാലാണ് താൻ ഇടപെട്ടത് എന്ന ആരോപണം വേദനാജനകമാണ് എന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു ആരോപണം ഉയർന്നിരുന്നോ? പ്രത്യേകിച്ചും ഇടത് സംഘടനകളായിരുന്നില്ലേ ഈ പുസ്തകം പ്രകാശനവും മറ്റ് ചടങ്ങുകളും സംഘടിപ്പിച്ചിരുന്നത്, നൃത്തവും സംഘടിപ്പിച്ചിരുന്നത്? അപ്പോൾ ഇത് മതപരമായിട്ടുള്ളൊരു ആരോപണമാണ് അദ്ദേഹത്തിനെതിരെ എന്നത് ഏത് ഭാഗത്തു നിന്ന് ഉയർന്നതാണ്? സനീഷ്, ഇതിനകത്ത് 2 രീതിയിലുള്ള വിമർശനങ്ങൾ ഇദ്ദേഹത്തിനെതിരെ ഉയർന്നിരുന്നു. ഒന്ന്, ഈ കലാപരിപാടിയിൽ അതിന്റെ ശബ്ദ സംവിധാനത്തിൽ ഇടപെട്ടുകൊണ്ട് അത് തടസ്സപ്പെടുത്താനുള്ള ശ്രമം നടത്തി. അങ്ങനെ അത്തരം സംവിധാനങ്ങളൊന്നുമില്ലാതെ പരിപാടി നടത്തേണ്ട സാഹചര്യം ഉണ്ടായി. ഇത് മാത്രമാണ് നീന പ്രസാദും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ സംഘടനകളും ചൂണ്ടിക്കാട്ടുകയും ഇതിൽ പ്രതിഷേധ പരിപാടികൾ നടത്തുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറിച്ചുള്ള സോഷ്യൽ മീഡിയ, സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം തന്നെ മറിച്ചുള്ള രീതിയിൽ ചില പ്രചരണങ്ങൾ വന്നിരുന്നു. ഒരു പക്ഷേ അത് ചൂണ്ടിക്കാട്ടിയായിരിക്കാം അദ്ദേഹം ഈ കത്തിൽ, അതായത് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് നൽകിയിട്ടുള്ള കത്തിൽ അക്കാര്യം പരാമർശിച്ചിട്ടുള്ളത്. മതപരമായ കാരണങ്ങളാൽ അത് തടസ്സപ്പെടുത്തി എന്ന വാദം അത് വേദനാജനകമാണ് എന്ന ഒരു വിശദീകരണം, അതായത് ആ കത്തിൽ അദ്ദേഹത്തിന്റെ പരാമർശം ഒരുപക്ഷെ ഈ ഒരു പശ്ചാത്തലത്തിൽ ആയിരിക്കാം സാമൂഹ്യ മാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ സംഘടനകൾ മാത്രമല്ല, കഴിഞ്ഞ ദിവസം KSU അതോടൊപ്പം തന്നെ BJPയുടെയും യുവമോർച്ചയുടെയും എല്ലാം തന്നെ പ്രതിഷേധ പരിപാടികൾ നടന്നിരുന്നു. യുവമോർച്ചയുടെ പ്രതിഷേധ പരിപാടിയിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ ഇക്കാര്യം, അതായത് വ്യക്തമായി ഏതെങ്കിലും മതത്തെ എടുത്തു പറഞ്ഞില്ല എങ്കിൽ പോലും ഇതിന് സമാനമായ രീതിയിലുള്ള ചില പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടായിരിക്കാം ഇത്തരമൊരു പരാമർശം അദ്ദേഹം ഈ കത്തിലൂടെ നടത്തിയിട്ടുണ്ടാവുക. എന്തായാലും പോലീസിനെ, നേരത്തെ സനീഷ് പറഞ്ഞതുപോലെ പോലീസിനെ ഡിവൈഎസ്പി അധികമായി ഇടപെട്ടത് കൊണ്ടാണ് തന്റെ ഇത്തരത്തിൽ ഒരു ഇടപെടൽ ഈ പരിപാടി തടസ്സപ്പെടുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് അത് പോയിട്ടുള്ളത്. അങ്ങനെ ഒരു ഇടപെടൽ താൻ നടത്തിയിട്ടില്ല. ശബ്ദം കുറയ്ക്കാൻ വേണ്ടി തന്റെ സെക്യൂരിറ്റി ഓഫീസർ പോലീസിന് സന്ദേശം നൽകിയിരുന്നു. ആ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അമിത ഇടപെടലാണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. അതാണ് ജില്ലാ ജഡ്ജി കലാം പാഷ അദ്ദേഹത്തിൻ്റെ വിശദീകരണം പുറത്തുവിട്ടിട്ടുണ്ട്. അത് ബാർ അസോസിയേഷൻ നൽകിയ കത്തിലൂടെയാണ് അദ്ദേഹം അക്കാര്യം പറയുന്നത്. ഈ ആരോപണങ്ങൾ വേദനാജനകമാണ്. അവിടെ ശബ്ദം കുറയ്ക്കണമെന്ന് മാത്രമാണ് താൻ ആവശ്യപ്പെട്ടത് പോലീസിനോട്. പക്ഷേ പോലീസ് ഇക്കാര്യത്തിൽ അമിതമായി ഇടപെടുകയാണ്, അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണമായിട്ട് വരുന്നത്. ബാർ അസോസിയേഷൻ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധ പരിപാടികളൊക്കെ നടത്തിയിരുന്നു, ചില അഭിഭാഷകരും മറ്റുമൊക്കെ. അതുകൊണ്ട് ബാർ അസോസിയേഷൻ അതിൽ പ്രതിഷേധിച്ച് അയച്ച ഒരു കത്തിലാണ് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഡോക്ടർ നീന പ്രസാദിൻ്റെ നൃത്തം കഴിഞ്ഞ ദിവസം ഒരു പുസ്തക പ്രകാശന ചടങ്ങും സാംസ്കാരിക സായാഹ്നവും അവിടെ
മോയിൻ, പാലക്കാട് മോയിൻ സ്കൂളിൽ നടന്നിരുന്നു. അത് പ്രധാനപ്പെട്ട ചില സാംസ്കാരിക പരിപാടികളൊക്കെ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അതിൻ്റെ പിന്നിലാണ് ജില്ലാ ജഡ്ജിയുടെ വീട്. അവിടെ ശബ്ദം കൂടുതലാണ് എന്ന് പറഞ്ഞ് ജില്ലാ ജഡ്ജി ഈ നൃത്ത പരിപാടി തടസ്സപ്പെടുത്തുകയായിരുന്നു. പോലീസ് വന്ന് ഇവരോട് ശബ്ദം കുറയ്ക്കാനും പരിപാടി നിർത്തിവെക്കാനും ഒക്കെ ആവശ്യപ്പെടുകയായിരുന്നു. നിശ്ചിത സമയം ഇനിയും ബാക്കിയുണ്ടായിട്ട് പോലും നൃത്തപരിപാടി നടന്നുകൊണ്ടിരിക്കെ, അതും ഇത്രയും പ്രധാനപ്പെട്ടൊരു കലാകാരിയുടെ നൃത്തപരിപാടി നടന്നുകൊണ്ടിരിക്കെ പാലക്കാട്ട് നഗരത്തിലെ സാംസ്കാരിക പ്രവർത്തകരും കലാ ആസ്വാദകരുമൊക്കെ ആ പരിപാടി വളരെ സന്തോഷത്തോടു കൂടി കണ്ടുകൊണ്ടിരിക്കെ ഈ ഡോക്ടർ നീന പ്രസാദിനെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കലാകാരിയുടെ പരിപാടി തടസ്സപ്പെടുത്തിയതിനെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു. പോലീസിന് ഇക്കാര്യത്തിലെ വിശദീകരണങ്ങൾ സംഘാടകർ നൽകിയിട്ട് പോലും അവരെ ശബ്ദം കുറച്ച് പരിപാടി അവതരിപ്പിക്കാൻ പോലും, ശബ്ദം കുറക്കാൻ പോലും അവർ തയ്യാറായിരുന്നു. ശബ്ദമൊട്ടും കൂടുതലായിരുന്നില്ല എന്നിട്ട് പോലും ഒരു പരിപാടി നടത്താൻ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ വേണ്ട രീതിയിൽ സഹകരിക്കുകയല്ല ഉണ്ടായത്. പോലീസ് വല്ലാത്ത തോതിൽ ഇടപെട്ടു. ഇപ്പോൾ ജില്ലാ ജഡ്ജിയുടെ നിർദ്ദേശപ്രകാരമാണ് അത് പോലീസ് ചെയ്തത്. ഇപ്പോൾ ജില്ലാ ജഡ്ജി സ്വയം ഇക്കാര്യത്തിൽ നിന്ന് മെല്ലെ വഴുതി മാറാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൽ അതാണുള്ളത്. പോലീസ് അമിതമായിട്ട് ഇടപെടുകയാണ് ഉണ്ടായത് എന്ന് അദ്ദേഹം ആ കത്തിൽ പറയുന്നു. ഇതുകൊണ്ട് പക്ഷേ ഇപ്പോൾ പ്രസാദ്, ഈ പോലീസിൻ്റെ ഒരു നിമിഷം ഞാൻ താങ്കളിലേക്ക് വരാം. അവിടുത്തെ സാംസ്കാരിക പ്രവർത്തകൻ, പ്രധാനപ്പെട്ട സാംസ്കാരിക പരിപാടികളുടെ സംഘാടകൻ ശ്രീ TR അജയൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ അജയൻ, ഇതിപ്പോൾ ജഡ്ജി പറയുന്നത് പോലീസിൻ്റെ ഒരു അമിത ഇടപെടൽ കൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്, തനിക്കക്കാര്യത്തിൽ വേദനയുണ്ട് എന്നാണ്. അത് വിശ്വസനീയമായൊരു കാര്യമാകുമോ? അത് നമുക്കിപ്പോ വിശ്വസനീയമാണെന്ന് എടുക്കാനല്ലേ പറ്റുകയുള്ളൂ. പോലീസുകാർ വന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ നിർബന്ധം മൂലമാണ് ഇത് ചെയ്യുന്നത് എന്ന് അവര് പറഞ്ഞതാണ്. അപ്പൊ അത് ഇപ്പോഴുള്ള പുതിയ വാർത്ത തെളിയിക്കപ്പെടേണ്ടതാണ് വാസ്തവത്തിൽ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസുകാർ വന്ന് നിർബന്ധമായിട്ട്, സാധാരണ നിലയിൽ ഇത്തരം കാര്യങ്ങളിൽ പോലീസ് അങ്ങനെ ഇടപെടാറേ ഇല്ലാത്തൊരു സ്ഥലമാണ് പാലക്കാട്. ഞാൻ നിരന്തരമായി പരിപാടികൾ നടത്തുന്ന ഒരാളാണ്. സുരലയുടെ പേരിൽ, OUG സ്മാരകത്തിന്റെ പേരിൽ, പ്രൂവണല സാഹിത്യത്തിന്റെ പേരിലൊക്കെ. ഒരിക്കലും ഇങ്ങനെ ഒരു ഇത് മറ്റൊരിടത്തും ഉണ്ടായിട്ടില്ല. അപ്പൊ അത് ഏതെങ്കിലും ഒരു നിമിത്തമില്ലാതെ പോലീസുകാർ വന്ന് ഇത് ചെയ്യുകയില്ലല്ലോ. അതെ അതെ, ഇതിപ്പോൾ ഈ മോയൻ സ്കൂൾ പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക പരിപാടികളൊക്കെ നടക്കുന്ന സ്ഥലമല്ലേ അത്, അല്ലേ? സ്ഥിരമായിട്ട് നടക്കുന്നത്. അതെ അതെ അതെ, നിരന്തരമായിട്ട്. ഇപ്പൊ നമ്മള് സുനിൽ പി ഇളത്തിന്റെ മഹാഭാരതത്തെ കുറിച്ചുള്ള ഒരു 5 ദിവസം തുടർച്ചയായിട്ട് നമ്മൾ അവിടെ നടത്തിയതാണ്. ഇതിപ്പോ ശ്രീ TR അജയൻ, അതേപോലെ നിരവധി പരിപാടികൾ. ഇതിപ്പോ ഇതിനകത്ത് ഈ നമ്മുടെ ജഡ്ജിയുടെ ഈ ബാർ അസോസിയേഷനിലെ കത്തിൽ കാണുന്ന ഒരു കൗതുകകരമായ പരാമർശം, മതപരമായിട്ട് ഉള്ള മുൻവിധി കൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത് എന്ന ആരോപണം വേദനയുണ്ടാക്കിയെന്നാണ്. ഇത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ സംഘടനകളൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. പക്ഷേ പിന്നീട് അത് കലാം പാഷ എന്ന മുസ്ലിം ജഡ്ജ് ഈ മോഹിനിയാട്ടത്തോട് അപമര്യാദയായി പെരുമാറി എന്ന മട്ടിലേക്കുള്ളൊരു വിമർശം പോലെയൊക്കെ വന്നു. ആ രൂപത്തിൽ ഞാൻ അതിനെ കാണുന്നേ ഇല്ല. മനസ്സിലായി? അങ്ങനെ ചിലരെങ്കിലും ഉയർത്തിയെന്ന് ഞാനതിനെ കാണുന്നില്ല. അത് ആ കിട്ടിയ ഒരു സന്ദർഭം ഉപയോഗിച്ചുകൊണ്ട് ചില ആളുകൾ അതിൽ മതം കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ളതാണ് സത്യം. അതിനോട് ഞാൻ തീർച്ചയായിട്ടും യോജിക്കുന്നില്ല. പക്ഷേ ഇത് കലാപരിപാടികളും സാംസ്കാരിക പരിപാടികളും ഇത്തരം ഇടപെടലുകൾ വരുന്നത് ശരിയല്ല എന്നാണ് നമ്മുടെ പക്ഷം. അതിൽ അദ്ദേഹത്തിന്റെ ജാതിയോ മതമോ ഒന്നും നമ്മൾ കണക്കിലാക്കുന്നില്ല. അത് അങ്ങനെ ആലോചിച്ചിട്ട് പോലുമില്ല വാസ്തവത്തിൽ. അതെ അതെ. പിന്നെ ഒരു കാര്യമുള്ളത്, വീണ് കിട്ടിയ ഒരു അവസരം മുതലാക്കാൻ വേണ്ടിയിട്ട് വർഗീയ കക്ഷികൾ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അത്തരം ആരോപണങ്ങൾ വരുന്നത്. പക്ഷെ ഇവിടെയുള്ള പ്രശ്നം അതല്ല. സാംസ്കാരിക പരിപാടി നടത്തുന്നതിന് സമയബന്ധിതമായി ഉണ്ടായിട്ടും അതിന് വളരെ മുമ്പേ വന്ന് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ അത് ശക്തമായി പ്രതിഷേധിക്കേണ്ടതാണെന്നുള്ളതാണ്. ഇവിടെയുള്ള ഒരു കാര്യം, അദ്ദേഹം ഏതായാലും ഈ പ്രതിഷേധത്തിൽ അദ്ദേഹത്തിനൊരു റിഗ്രറ്റ് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണല്ലോ എന്റെ കുറ്റമല്ല എന്ന് പറയുന്നത്. അത് ഗുണകരമായ ഒരു കാര്യമാണ്. അത് വളരെ നല്ല കാര്യമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹമായാലും അദ്ദേഹത്തിന് വേണ്ടിയായാലും അത്തരം ഒരു കാര്യങ്ങൾ നടന്നതിൽ അദ്ദേഹം ഖേദിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു വീണ്ടും വിചാരം അദ്ദേഹം ചെയ്താണെങ്കിൽ വീണ്ടും വിചാരമോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇല്ലെങ്കിൽ അതിനെതിരെയുള്ള ഒരു ഇതോ അദ്ദേഹത്തിന്റെ റിഗ്രറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ശരി, വളരെ നന്ദി ശ്രീ TR അജയൻ ഞങ്ങളോട് സംസാരിച്ചതിന്. പ്രസാദ്, ഇത് അദ്ദേഹം തന്നെ ആ കത്തിൽ പറയുന്നതായിട്ട് കാണുന്നത് ഞാൻ നൃത്തം പഠിച്ചിട്ടുണ്ട് എന്നുകൂടെയാണല്ലോ. എന്ന് വെച്ചാൽ ഈ പ്രതിഷേധ പരിപാടികൾക്ക് ഫലമുണ്ടായി എന്ന്, ഇതുകൊണ്ട് ഇവിടെ പ്രശ്നം തീരുകയില്ലായിരിക്കാം. കാരണം പോലീസിനെ പഴിചാരി ജഡ്ജി തന്നെ എടുത്ത നിലപാടാണെങ്കിൽ അങ്ങനെ പോലീസിനെ പഴിചാരി രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇങ്ങനെ ഒരു റിഗ്രറ്റ്, തനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായി,
താൻ അതിൽ നിന്ന് പിൻവാങ്ങുകയാണ് എന്നൊരു ടോണുള്ള കത്തെഴുതിയതിലൂടെ പ്രതിഷേധ പരിപാടികൾ വിജയിച്ചു, പ്രതിഷേധം അതിൻ്റെ ഫലം കണ്ടു എന്ന് ആ അർത്ഥത്തിൽ പറയാവുന്ന ഒരു സാഹചര്യമുണ്ട് അല്ലേ? തീർച്ചയായും സനീഷ്, കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കോണിൽ നിന്ന് മാത്രമല്ല വ്യാപകമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് ഉയർന്നിട്ടുള്ളത്. ഇടതുപക്ഷം മാത്രമല്ല, കലാകാരന്മാർ, അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, വിവിധ സംഘടനകൾ, ഇവരെല്ലാം തന്നെ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു. ഇന്നലെ പാലക്കാട്ട് തന്നെ കലാകാരന്മാരുടെ കൂട്ടായ്മയിൽ പ്രതിഷേധ പ്രകടനം നടന്നിരുന്നു. ആ പ്രകടനം തുടങ്ങിയത് തന്നെ കലാം പാഷയുടെ ഔദ്യോഗിക ബംഗ്ലാവിൽ മുന്നിൽ നിന്നാണ്. അവിടെ നിന്ന് അവർ നഗരസഭ അഞ്ചുവിളക്കിലേക്കായിരുന്നു പ്രതിഷേധ പരിപാടി നടത്തിയത്. പിന്നീട് യുവമോർച്ചയുടെ പ്രതിഷേധമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പുരോഗമന കലാസാഹിത്യ സംഘം, വിവിധ സംഘടനകൾ, അഭിഭാഷകരുടെ സംഘടന, ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ തുടങ്ങിയ സംഘടനകളെല്ലാം ഇത്തരത്തിൽ പ്രതിഷേധ പരിപാടികൾ നടത്തിയിരുന്നു. അത് ഇദ്ദേഹത്തെ ഈ തരത്തിൽ ഈ പ്രതിഷേധം അദ്ദേഹത്തിൽ കണക്കിലെടുക്കുകയും അതിൽ അദ്ദേഹത്തിന്റെ ഒരു ഈ ഇടപെടൽ ഉണ്ടായിട്ടില്ല, തനിക്കിതിൽ പങ്കില്ല എന്നുള്ള വിശദീകരണമാണ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് മുഖേന ഒരുപക്ഷെ അദ്ദേഹം വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടാവുക. അതിൽ അദ്ദേഹം വ്യക്തമാക്കുന്ന ഒരു കാര്യം, താൻ ഒരിക്കൽ പോലും ഇത്തരത്തിൽ കലാപരിപാടികൾ ഏറെ തടസ്സപ്പെടുത്തുകയോ. പ്രസാദ്, ആ കത്ത് കൈവശമുണ്ടെങ്കിൽ ഒന്ന് മുഴുവനായിട്ട് വായിക്കാമോ? അദ്ദേഹം എഴുതിയത് കൈവശമുണ്ടെങ്കിൽ. സനീഷ്, ഞാൻ ആ കത്ത് മുഴുവനായിട്ട് വായിക്കാം. അതിനകത്ത് ഈ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ഈ ബാർ അസോസിയേഷൻ പ്രസിഡന്റിന് ഈ ഇത്തരത്തിൽ കത്ത് നൽകിയിട്ടുള്ളത്. അതിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്, അത് മുഴുവനായിട്ട് വായിക്കണ്ട, ഈ പറഞ്ഞ പോയിന്റ് ആണല്ലോ ഉള്ളതല്ലേ, മുഴുവനായിട്ട് വായിക്കേണ്ടതില്ല, അത് തന്നെയാണ്. മുഴുവനായിട്ട് വായിക്കണ്ട, ഞാനത് വായിക്കേണ്ടതില്ല. ഈ പറയുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അതിനകത്ത് ഈ 4ാമത്തെ പോയിന്റ്, ഇൻഫാക്ട് ഐ ആം വെരി ഫോണ്ട് ഓഫ് ആർട്ട് ആൻഡ് കൾച്ചറൽ പ്രോഗ്രാംസ് ആൻഡ് ഐ ഹാവ്, അദ്ദേഹം കർണാട്ടിക് മ്യൂസിക്കും 6 വർഷം കർണാട്ടിക് മ്യൂസിക് ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുകയാണ്. എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല, അദ്ദേഹം 6 വർഷം കർണാടക സംഗീതം പഠിച്ച ഒരാൾക്ക് എങ്ങനെയാണ് മോഹിനിയാട്ടത്തിൻ്റെ പാട്ട്, അതിൻ്റെ ശബ്ദം അലോസരമായി തോന്നുക എന്നത് അത്ഭുതകരമായി തോന്നുന്നു. അത് ഇപ്പോൾ പോലീസ് കുറച്ച് കൂടുതലായിട്ട് ഇടപെട്ടു എന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹത്തിന് ശബ്ദം കുറയ്ക്കേണ്ടി വന്നു. അദ്ദേഹത്തിന് ശബ്ദം കുറക്കാൻ തോന്നിയെന്ന് അത്ഭുതകരമായിട്ട് തന്നെ തോന്നുന്നു. അക്കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും പ്രതികരണങ്ങൾ മറ്റ് ഈ നമ്മുടെ സാംസ്കാരിക പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് വരുമോ, വന്നിട്ടുണ്ടോ? ഇതിനകത്ത് ഇന്നലെ തന്നെ ഒരു നിമിഷം ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ CP പ്രമോദ് അവിടുത്തെ അഭിഭാഷക സംഘടനയുടെ നേതാവ് കൂടിയാണ്, സാംസ്കാരിക പ്രവർത്തനം കൂടിയായിട്ടുള്ള, രാഷ്ട്രീയ നേതാവ് കൂടിയായിട്ടുള്ള ആളാണ്. ശ്രീ പ്രമോദ്, അദ്ദേഹം പറയുന്നത്, ജില്ലാ ജഡ്ജി പറയുന്നത് തൻ്റെ കുഴപ്പമല്ല, ശബ്ദം കുറയ്ക്കണമെന്ന് മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ, പോലീസ് അമിതമായിട്ട് ഇടപെട്ടു എന്നാണ്. ശരിയായിരിക്കുമോ അത്? ഇതിന്റെ അകത്ത് കുറച്ചുകൂടി കാര്യങ്ങൾക്ക് വ്യക്തത വരേണ്ടതുണ്ട്. കാരണം ഈ വിവാദം വന്ന് 3-4 ദിവസത്തിന് ശേഷം ഇപ്പോൾ പുതുതായിട്ടാണ് ഒരു കത്ത് അയച്ചു എന്ന് പറയപ്പെടുന്നത്. കത്ത് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ അതിനെ സംബന്ധിച്ച് പൂർണ്ണമായി പ്രതികരിക്കാനാവില്ല. പക്ഷെ നിങ്ങൾ വളരെ ആധികാരികമായിട്ട് പറയുന്നുണ്ട്. കത്തിന്റെ കയ്യിലുണ്ട്. അതെ അതെ അതെ. അപ്പോ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ സത്യമാണ് എങ്കിൽ നേരത്തെ വന്ന ആരോപണങ്ങളും സത്യമാണെന്ന് പറയേണ്ടി വരും. കാരണം ജില്ലാ ജഡ്ജി അറിയാതെ ജില്ലാ ജഡ്ജി സ്റ്റാഫ് ആ രൂപത്തിൽ അമിതമായി ഇടപെട്ടു എന്നാണോ പറയുന്നത്? അതോ അദ്ദേഹം പറയുന്ന മിതമായ ആവശ്യങ്ങളെ പോലീസ് അമിതമായി ചെയ്തു എന്നാണോ പറയുന്നത്? ഒന്നും വ്യക്തതയില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ആ കത്ത് ബാർ അസോസിയേഷൻ ആയിരുന്നില്ല കൊടുക്കേണ്ടത്, അത് പോലീസിലെ ഡിവൈഎസ്പിക്കോ SP ആയിരുന്നു കൊടുക്കേണ്ടി വരുന്നത്. എന്റെ നിർദ്ദേശത്തിന് വിരുദ്ധമായി എന്തുകൊണ്ട് നിർത്തി? ഐ എം ഫോണ്ട് ഓഫ് ദീസ് ആൾ സോർട്ട് ഓഫ് ആർട്ട് ഫോംസ്. ഞാൻ കർണാടക സംഗീതം പഠിച്ച ആളാണ്, ഞാനതിനെതിരല്ല. അതുകൊണ്ട് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഞാൻ അതിന്റെ ഭാഗത്താണ് നിൽക്കുന്നത്, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗത്താണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനിടപെട്ടു എന്ന് അവിടെ കൊടുക്കണം. അത് കൊടുത്തിട്ടില്ല ഇവര്. ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇവിടെ പൊതുവിൽ ഒരു വലിയ വിവാദം അത് സംബന്ധിച്ചുണ്ടായി. പൊതുവിൽ തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മുകളിലുള്ള ഒരു കടന്നുകയറ്റമായിട്ട് ഇത് വ്യാഖ്യാനിക്കപ്പെട്ടു. ആ രൂപത്തിൽ വന്നപ്പോൾ ഓഫ് ലേറ്റ് ഇപ്പൊ ഒരു മുഖലക്ഷിക്കൽ നടപടി എന്നുള്ള നിലക്കാണ് ചെയ്യുന്നത്. ഏതായാലും ഞാനിതിനെ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു സഹൃദയനാണ്, അദ്ദേഹത്തിന് ഇതിനെല്ലാം ഉള്ള ഒരു സഹന ശക്തിയുണ്ട്, അദ്ദേഹം ഇതെല്ലാം പഠിച്ച ആളാണ് എന്നും എന്റെ മിതമായ ഇടപെടലിനെ അമിതമായി ആരോ വ്യാഖ്യാനിച്ചെടുത്തതാണ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും പറഞ്ഞ പൊസിഷനിലേക്ക് അദ്ദേഹം വരുന്നു എന്നുള്ളതാണ് വളരെ സ്വാഗതാർഹമായ ഒരു തീരുമാനമാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു തെറ്റിദ്ധാരണ അത് സംബന്ധിച്ച് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതും ഇതോടുകൂടി പരിഹരിക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഇതിനകത്ത് അങ്ങനെ ഒരു അദ്ദേഹത്തെ കൂടെ നമ്മളിപ്പോൾ അദ്ദേഹത്തെ എതിർക്കുകയാണ് ഇത്രയും ദിവസം ചെയ്തത്. കാരണം അദ്ദേഹമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നൊരു തോന്നലുള്ളതുകൊണ്ട് അത് ശരിയായിരിക്കാം, അത് തന്നെയായിരിക്കാം ശരി. പക്ഷേ അദ്ദേഹം ഇതിനകത്ത് കത്തില് ഇൻഫാക്ട് ഐ ആം വെരി ഫോണ്ട് ഓഫ് ആർട്ട് ആൻഡ് കൾച്ചറൽ പ്രോഗ്രാംസ് ആൻഡ് ഐ ഹാവ് സ്റ്റഡീഡ് കർണാട്ടിക് മ്യൂസിക് ഫോർ 6 long years. It will not be out of context here to say that I studied Bharatanatyam even up to അരങ്ങേറ്റം. അരങ്ങേറ്റം നടത്താൻ പാകത്തിന് ഭരതനാട്യം പഠിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. 6 വർഷത്തോളം കർണാടക സംഗീതം ഞാൻ തന്നെയും പഠിച്ചിട്ടുണ്ട്. With all this experience in art, it is painful to know that allegations are made that I stopped a dance program through police due to religious reasons. എന്ന് അദ്ദേഹം എഴുതിയിരിക്കുകയാണ്. എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ ഇതിപ്പോൾ റിലീജിയസ് റീസൺസ് അദ്ദേഹത്തിനുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹം തടസ്സപ്പെടുത്തിയതെന്നൊക്കെ
പറഞ്ഞു. അത് പക്ഷേ എന്നോ പോലെ ഒരാൾക്കെതിരെ പറയുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ പോലീസ് കുറച്ച് അമിതമായിട്ട് അല്ലെങ്കിൽ മറ്റാരെങ്കിലും അതിന് പിന്നിൽ അമിതമായിട്ട് ഇടപെട്ടിട്ടുണ്ടാകുമോ? അതും കാണണമല്ലോ നമ്മൾ. അതിൽ എനിക്ക് തോന്നുന്നു റിലീജിയസ് റീസൺസ് ആണെന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. ഞങ്ങളെല്ലാവരും പറഞ്ഞത് അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ലംഘനമാണെന്നാണ് പറഞ്ഞത്. അത് മാത്രമല്ല, ഇത് സംബന്ധിച്ച് കോടതിയിലെ പരിസരത്ത് നടന്ന പ്രതിഷേധത്തിലും ഞാൻ പ്രത്യേകമായി സൂചിപ്പിച്ച ഒരു ആർട്ട് ഫോമിന്റെ എക്സ്പ്രഷൻ ഒരു വ്യക്തിക്ക് അലോസരം ഉണ്ടാക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റത്ത് അസുഖകരമായ ഒരു കാര്യമാണ്. അത് ശരിയായൊരു പ്രവണതയല്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിനുള്ള പ്രതികരണമാണ് എങ്കിൽ നമുക്ക് സ്വീകരിക്കാം. ഞങ്ങളാരും അത് റിലീജിയസ് ലെവലിൽ നമ്മൾ പറഞ്ഞിട്ടില്ല, ആ രൂപത്തിൽ കണ്ടിട്ടുമില്ല. അദ്ദേഹം ഇതുപോലെ കർണാടക സംഗീതവും മോഹിനിയാട്ടവും എല്ലാം പരിശീലിച്ച ആളാണെന്നുണ്ടെങ്കിൽ ഒരു സഹൃദയനാവാനേ വഴിയുള്ളൂ. പക്ഷെ അങ്ങനെ ഒരാൾക്ക് ഇത്തരത്തിൽ വലിയൊരു ആരോപണത്തിന്റെ അറ്റത്ത് നിന്നുകൊണ്ട് ഡോക്ടർ നീന പ്രസാദിന് നേരിട്ടത് പ്രതികരിച്ചിട്ടും പത്രമാധ്യമങ്ങളിലൂടെ വന്നിട്ടും അന്ന് ഈ അലോസരം അദ്ദേഹത്തിന് തോന്നിയില്ല, അന്ന് ഇങ്ങനെ സ്റ്റേറ്റ്മെന്റും തോന്നിയില്ല. ഇനി അദ്ദേഹത്തിന്റെ ചെറിയ നിയന്ത്രണങ്ങളെ വലിയ നിയന്ത്രണങ്ങളാക്കി മറ്റാരെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്തു പോയിട്ടെങ്കിൽ അതിന്റെ അകത്ത് പോലീസ് സ്റ്റാഫ് അടക്കമുള്ള ആൾക്കാർ ഉണ്ടെന്ന് പറയപ്പെടുന്നു, അറിയില്ല എങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള ആർജവം കൂടി ഇദ്ദേഹം കാണിക്കുന്നത്. അതെ, വളരെ കൃത്യമാണത്. ഇന്ന് മാത്രവുമല്ല, ഈ അരങ്ങേറ്റത്തോളം ഭരതനാട്യം പഠിക്കുകയും കർണാടക സംഗീതം 6 വർഷം പഠിക്കുകയും ഒക്കെ ചെയ്ത ഒരാൾക്ക് മോഹിനിയാട്ടത്തിന്റെ ശബ്ദം അവിടെ നിന്ന് കേൾക്കുമ്പോൾ അലോസരം പോലും ഉണ്ടാകാൻ പാടില്ല എന്നൊരു തോന്നൽ കൂടി എനിക്കുണ്ട്. ഞാൻ താങ്കളിലേക്ക് വളരെ നന്ദി ശ്രീ പ്രമോദ് ഞങ്ങളോട് സംസാരിച്ചത്. എന്തായാലും ഈ സാംസ്കാരിക പ്രവർത്തകർ നടത്തിയ, ചില രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയ പ്രതിഷേധം ഫലം കണ്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അതേ തുടർന്നാണ്, ഏതായാലും വൈകിട്ടാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു കത്ത് പുറത്തേക്ക് വരുന്നത്. അദ്ദേഹം കത്ത് പരസ്യമായിട്ട് പുറത്തേക്കല്ല അയച്ചിരിക്കുന്നത്, ബാർ അസോസിയേഷൻ്റെ പ്രസിഡന്റിനാണ് അദ്ദേഹം പേര് വെച്ച് ഡിയർ മിസ്റ്റർ സുധീർ എന്ന് വിളിച്ച് അങ്ങനെ ഒരു കത്ത് എഴുതിയിരിക്കുന്നത്. അത് ഈ ചില അഭിഭാഷകർ കോടതി പരിസരത്ത് നടത്തിയ പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട് ആണ് എന്ന് അദ്ദേഹം അതിന് സബ്ജക്റ്റ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം അത് കത്തെഴുതിയിട്ടുള്ളത്. ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ അടക്കം ഈ പരിപാടിയിൽ പങ്കെടുത്തു, ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. They were shouting slogans in the court premises and in vicinity of the court, disturbing working in the premises of court എന്ന സാങ്കേതികമായിട്ടുള്ളൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നിയമപരമായിട്ട് ഈ കോടതി നടപടികൾ നടക്കുമ്പോൾ അവിടെ കോടതി പരിസരത്ത് അങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടായതിൽ അഭംഗിയുണ്ട് എന്ന കാര്യം അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. എന്നിട്ട് തനിക്കെതിരെ വ്യക്തിപരമായിട്ട് ഇങ്ങനെയൊരു ആരോപണം വന്നത്, അതിൻ്റെ മേലായിരുന്നു ആ പ്രതിഷേധമെന്നത് അങ്ങേയറ്റം അപലപനീയമാണ് എന്ന് അദ്ദേഹം പറയുന്നു. അത് ബാർ അസോസിയേഷൻ നടപടിയെടുക്കണം. ഞാൻ ഇത്തരം കലാപരിപാടികളോടും സാംസ്കാരിക പ്രോഗ്രാംസിനോടും, അതിങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വാക്ക്, 4ാമത്തെ പാരഗ്രാഫ്. ഇൻഫാക്ട് ഐ ആം വെരി ഫോണ്ട് ഓഫ് ആർട്ട് and cultural programs and I have studied Carnatic music for six long years. It will not be out of context here to say that I studied Bharatanatyam even up to Arangetam. With all these experience in art, it is painful to know that allegations are made that I stopped a dance program through police due to religious reasons. അത് അങ്ങേയറ്റം അപലപനീയമായൊരു കാര്യമാണ് എന്ന് അദ്ദേഹം വേദനയുണ്ട് തനിക്ക് അക്കാര്യത്തിൽ എന്ന് പറയുന്നു. അത് നേരത്തെ നമ്മൾ അറിഞ്ഞിരുന്ന വിവരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ്. അദ്ദേഹത്തിന് തന്നെയും കലയോട് താല്പര്യമുണ്ട്, അദ്ദേഹം ഇങ്ങനെയൊക്കെ പഠിച്ചിരുന്നു. അത് റിലീജിയസ് റീസണിൻ്റെ പേരിൽ ഞാൻ ഒരു നൃത്തപരിപാടി തടസ്സപ്പെടുത്തിയെന്ന് പറയുന്നത് അങ്ങേയറ്റം സങ്കടകരമാണ് എന്നാണ് അദ്ദേഹം പറയുകയാണ്. പോലീസ് ഒരുപക്ഷെ അമിതമായിട്ട് ഇടപെട്ടിട്ടുണ്ടാകാം, പോലീസ് അമിതമായിട്ട് ഇടപെട്ടു എന്നാണ് അദ്ദേഹം അതിന് കാരണമായിട്ട് പറയുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുകയാണ്. പ്രസാദ്, ഇതിനകത്ത് ഒന്ന് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള കുറ്റം ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. അവിടെ ഒരു സാംസ്കാരിക പരിപാടി നടക്കുമ്പോൾ ശബ്ദം കുറയ്ക്കണമെന്നാവശ്യപ്പെടാൻ മറ്റൊരു വ്യക്തിയായിട്ടുള്ള എല്ലാ വ്യക്തികളെയും പോലെ പൗരാവകാശം മാത്രമുള്ള ഒരാൾക്ക് അവകാശമില്ലാത്തതാണ്. കാരണം ഒരു പൊതുപരിപാടി നടക്കുകയാണ്, അവിടെ സമയപരിധി കഴിഞ്ഞിട്ട് പരിപാടിയിലേക്ക് പോയിട്ടില്ല. അതൊരു മുഴുവൻ ആളുകളും ആസ്വദിക്കുന്ന ഒരു സാംസ്കാരിക പരിപാടിയാണ്. പ്രത്യേകിച്ചും ഈ 2 വർഷക്കാലത്തെ കോവിഡ് നിയന്ത്രണങ്ങൾക്ക് അപ്പുറം കടന്ന് ആളുകൾ ആഘോഷത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഇതുപോലൊരു മഹത്തായ കലാ പ്രകടനത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ, അതും ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്ടർ നീന പ്രസാദിനെ പോലെ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു കലാകാരിയുടെ പ്രകടനത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ അദ്ദേഹത്തിനതിൽ അലോസരം ശബ്ദത്തിൻ്റെ പേരിലാണെങ്കിൽ പോലും തോന്നാൻ പാടില്ലായിരുന്നു എന്ന് മാത്രവുമല്ല, നേരത്തെ തന്നെ നമ്മളെല്ലാവരും പറഞ്ഞതാണ്, പ്രസാദ് പലതവണ റിപ്പോർട്ട് ചെയ്തതാണ്, അവിടെയുള്ള മുഴുവൻ ആളുകളും പറഞ്ഞതാണ് ശബ്ദം കൂടുതലായിരുന്നില്ല, ശബ്ദം കുറച്ച് പരിപാടി നടത്തിക്കൊണ്ടുപോകാനും അവർ തയ്യാറായിരുന്നതാണ്. പക്ഷേ അതിന് ഇദ്ദേഹം വഴങ്ങിയില്ല, പോലീസ് വഴങ്ങിയില്ല. ഇപ്പോൾ പോലീസിൻ്റെ തലയിലേക്ക് അദ്ദേഹം ഈ കാര്യങ്ങളെ ഉത്തരവാദിത്വം കൊണ്ടുവന്നിടുകയാണ്. ഇത് പോലീസിന്റെ ഒരു വിശദീകരണം ഇന്ന കാര്യത്തിൽ ലഭ്യമാകാൻ സാധ്യതയുണ്ടോ പ്രസാദ്? സനീഷ്, പോലീസ് എന്തായാലും ഈ വിഷയത്തിൽ ഒരു പരസ്യ പ്രതികരണത്തിന് ഒന്നും തന്നെ സാധ്യതയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ നേരത്തെ സനീഷ് പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ആ കത്തിൽ അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. അതായത് സെക്യൂരിറ്റി ഓഫീസർ മുഖേന ശബ്ദം കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ പോലീസ് അമിതമായി ഇടപെട്ടുകൊണ്ടാണ്
ഒരു പ്രശ്നത്തിലേക്ക് അത് പോയത് എന്നാണ് പറയുന്നത്. നേരത്തെ ആ പരിപാടിയുടെ സംഘാടകർ പറഞ്ഞിരുന്നത് നിരവധി തവണ പോലീസ് എത്തി അവിടെ ശബ്ദം കുറയ്ക്കണം എന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായിരുന്നു. പിന്നീടാണ് 8:30 വന്നിട്ട് ഈ പരിപാടി ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ നിർത്തിവെക്കേണ്ടി വരും എന്ന നിലയിലേക്ക് പോലീസ് പോവുകയും പിന്നീട് ശബ്ദ സംവിധാനം എല്ലാം തന്നെ കുറച്ച് വളരെ കുറഞ്ഞ ശബ്ദത്തിൽ മാത്രം ആ പരിപാടി അവതരിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. അത് ഈ ആസ്വാദകരെ സംബന്ധിച്ചിടത്തോളം, ഈ പരിപാടി കാണാനെത്തിയ ആസ്വാദകരെ സംബന്ധിച്ചിടത്തോളം അത് ഒട്ടും കേൾക്കാൻ കഴിയുന്ന തരത്തിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വലിയ പ്രതിഷേധം ആ സമയത്ത് ഉയർന്നു വരികയും പിന്നീട് നീന പ്രസാദ് ഇക്കാര്യം തുറന്നു പറയുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായി എന്നുള്ളത് അദ്ദേഹം സമ്മതിക്കുന്നു. പക്ഷേ ഇത് പോലീസ് തന്റെ സന്ദേശം പോലീസ് തെറ്റായ രീതിയിൽ പ്രയോഗിച്ചതാണ് എന്നാണ് ഇപ്പോൾ കലാം പാഷ പറഞ്ഞു വെക്കുന്നത്. അതാണ് അതിലെ കാര്യം. കലാം പാഷ ഏതായാലും ഇങ്ങനെയൊരു കത്ത് അയച്ചിട്ടുണ്ട്. പ്രസാദ്, ഒറ്റ കാര്യം കൂടി ഇതിനകത്ത് അവസാനത്തെ പാരഗ്രാഫ്, ദിസ് ലെറ്റർ ഈസ് മെയിൻലി ഇഷ്യൂഡ് ടു അലേർട്ട് യു ഓൺ ദ ഗൈഡൻസ് ആൻഡ് ഡയറക്ഷൻസ് കണ്ടെയ്ൻഡ് ഇൻ ദ ഡിസിഷൻ റിപ്പോർട്ടഡ് ഇൻ ജോർജ് കോശി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. എന്ന് വെച്ചാൽ ഈ ബാർ അസോസിയേഷന് അദ്ദേഹം അയച്ച കത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് കോടതി നടപടികൾ നടന്നുകൊണ്ടിരിക്കെ അവിടെ ഇങ്ങനെയൊരു പ്രൊട്ടസ്റ്റ് നടന്നത് നിയമപരമായിട്ട് ശരിയല്ല, അക്കാര്യത്തിൽ വേണ്ട നടപടികൾ ബാർ അസോസിയേഷൻ സ്വീകരിക്കണം എന്നാണല്ലോ അല്ലേ? അത്തരം നടപടികളെക്കുറിച്ച് സ്വാഭാവികമായിട്ടും അഭിഭാഷകർക്കും ചിലതൊക്കെ പറയാനുണ്ടാകുമായിരിക്കും അല്ലേ? സരീഷ്, ഇതിനകത്ത് പ്രധാനമായിട്ടും ഈ കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, അതായത് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയനാണ് അവിടെ പ്രതിഷേധ പരിപാടി നടത്തിയിട്ടുള്ളത്. അതിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉൾപ്പെടെ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഈ കാര്യം ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ബാർ അസോസിയേഷന് കത്ത് നൽകിയിട്ടുള്ളത്. ഇത് ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണ് ഇത്തരത്തിൽ കോടതി വളപ്പിൽ പ്രതിഷേധ പരിപാടി നടത്തുക എന്നുള്ളതാണ്. അതിനാണ് അദ്ദേഹം ആ കേസ് പരാമർശിച്ചുകൊണ്ട് ഈ കാര്യം ചൂണ്ടിക്കാട്ടുന്നത്. ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ബാർ അസോസിയേഷൻ മുൻകൈ എടുക്കുക, അല്ലെങ്കിൽ ബാർ അസോസിയേഷന്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകണമെന്ന രീതിയിലാണ് അദ്ദേഹം. ശരി, നന്ദി പ്രസാദ്. ഇപ്പോൾ BJP നേതാവ് ശ്രീ സി കൃഷ്ണകുമാർ കൂടെ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ കൃഷ്ണകുമാർ, താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും ഇപ്പോൾ തന്നെ ഈ വാർത്ത എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് അദ്ദേഹം, നമ്മുടെ ജില്ലാ ജഡ്ജി പറയുന്നത് തന്റെ കുഴപ്പമല്ല, ഞാൻ കലയോടൊക്കെ വലിയ ആഭിമുഖ്യ ആളാണ്, പോലീസ് അമിതമായിട്ട് ഇടപെട്ടതാകാം എന്നാണ്. താങ്കളത് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. ജില്ലാ ജഡ്ജിന്റെ മുൻകാല ചെയ്തികൾ പരിശോധിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഭാഗത്ത് വളരെ നിർബന്ധപൂർവമായിട്ടുള്ള ഇടപെടൽ, ഒരു സമ്മർദ്ദം ഉണ്ടായതിന്റെ ഫലമായിട്ടാണ് പോലീസ് ഇത്തരത്തിൽ പ്രവർത്തിച്ചതെന്നാണ് ഞങ്ങൾ കരുതുന്നത്. കഴിഞ്ഞ ജനുവരി 26-ന് ജില്ലാ കോടതി വളപ്പിലെ ദേശീയ പതാക ഉയർത്തുന്നതിന് മുമ്പ് രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിജിയുടെ പ്രതിമയിൽ മാല ചാർത്താൻ പോലും തയ്യാറാവാതിരുന്ന വ്യക്തിയാണ് പ്രസ്തുത ജില്ലാ ജഡ്ജി. ഇത്തരത്തിലുള്ള ഒരു ചരിത്രമുള്ള ആള് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ വളരെ നിർബന്ധപൂർവം സമ്മർദ്ദം പോലീസിനെ ചുമത്തിയതിന്റെ ഫലമായിട്ടാണ് പോലീസ് ഇത്തരമൊരു നടപടിക്ക് തയ്യാറായതെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ശ്രീ കൃഷ്ണകുമാർ, നിങ്ങളിത് അമിതമായിട്ട് അനാവശ്യമായിട്ട് വർഗീയവൽക്കരിക്കുകയോ മറ്റോ ചെയ്തോ? അദ്ദേഹം പ്രത്യേകിച്ചും ഈ കത്തിലെ 4ാമത്തെ പാരഗ്രാഫിൽ അദ്ദേഹം പറയുന്നത്, ഞാൻ സ്വന്തം നിലക്ക് തന്നെയും ഭരതനാട്യം പഠിച്ചിട്ടുള്ളതാണ്, ഭരതനാട്യം അരങ്ങേറ്റം വരെ എത്തുന്ന വിധത്തിൽ പഠിച്ച ആളാണ് ഞാൻ, 6 വർഷം കർണാടക സംഗീതം പഠിച്ചിട്ടുണ്ട്, ഈ കലാസംഗതികളോടൊക്കെ എനിക്ക് വലിയ ആഭിമുഖ്യമുള്ളതാണ്, പക്ഷേ എന്നെക്കുറിച്ചാണ് ഇങ്ങനെ മതപരമായിട്ട് ഞാനെന്തോ കുഴപ്പം കാണിച്ചു എന്നെല്ലാവരും ചില ആളുകൾ ആരോപിക്കുന്നത് എന്ന്. നിങ്ങൾ BJP അദ്ദേഹത്തെ ഒരു വർഗീയപരമായിട്ട് ചിത്രീകരിച്ച് കളഞ്ഞോ? ശരിയല്ലാതെ ഈ സംഭവം ഇതില് ആദ്യമായിട്ട് പ്രതികരിച്ചത് ഡോക്ടർ നീന പ്രസാദാണ്. അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതിനെ തുടർന്ന് ഈ കലാരംഗത്തുള്ള ആളുകളും അതുപോലെ തന്നെ CPM ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ലോയേഴ്സ് യൂണിയനും എല്ലാം പ്രതിഷേധിച്ച ശേഷം മാത്രമാണ് ഞങ്ങൾ ഈ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വരുന്നത്. അദ്ദേഹം ഇത്തരത്തില് എന്തുകൊണ്ട് പ്രവർത്തിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമാക്കേണ്ടത് അദ്ദേഹമാണ്. കാരണം പാലക്കാട്ടുകാരായിട്ടുള്ള ആളുകൾക്ക് അറിയാം, ഈ LP സ്കൂളില് കഴിഞ്ഞ നിരവധി പതിറ്റാണ്ടുകളായിട്ട് ഇത്തരത്തിലുള്ള സാംസ്കാരിക പരിപാടികൾ അരങ്ങേറാറുള്ള സ്ഥലമാണ്. അതല്ല അദ്ദേഹം ഈ റിലീജിയന്റെ കാര്യം പറയുന്നത് കൊണ്ട്, അതായത് ഞാൻ അങ്ങനെ റിലീജിയസ് റീസൺസ് കൊണ്ട് തടസ്സപ്പെടുത്തിയെന്ന് പറയുന്നത് അങ്ങേയറ്റം സങ്കടകരമാണെന്ന് പറയുമ്പോൾ ആ അലിഗേഷൻസ് BJP ആണോ ഉന്നയിച്ചത്? BJPക്ക് അങ്ങനെ അലിഗേഷൻ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നോ? BJP ഇത്തരത്തിലൊരു വിഷയം തുടർച്ചയായിട്ട് ഒരു വ്യക്തിയിൽ നിന്നും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ആവർത്തിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇത് എടുത്തു പറയാൻ. അതായത് അങ്ങനെ ഒരു ആക്ഷേപം. അപ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഈ കത്തില്, ഈ വിത്ത് ഓൾ ദീസ് എക്സ്പീരിയൻസ് ഇൻ ആർട്ട് ഇറ്റ് ഈസ് പെയിൻഫുൾ ടു നോ ദാറ്റ് എലിഗേഷൻസ് ആർ മെയ്ഡ് ദാറ്റ് ഐ സ്റ്റോപ്ഡ് എ ഡാൻസ് പ്രോഗ്രാം ത്രൂ പോലീസ് ഡ്യൂ ടു റിലീജിയസ് റീസൺസ്. ഈ പോയിന്റ് BJP ഉദ്ദേശിച്ചാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ തെറ്റായിരിക്കുമോ? BJP ആണ് അദ്ദേഹത്തെ റിലീജിയസ് റീസൺസ് സങ്കടകരമായ വിധത്തിൽ വലിച്ചിഴച്ചതെന്നാണോ അത് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും അല്ല. ഇത് സംബന്ധിച്ച് പ്രതികരിച്ച
സാംസ്കാരിക രംഗത്തുള്ള ആളുകള്, കലാരംഗത്തുള്ള ആളുകള്, ഡോക്ടർ നീന പ്രസാദ് ഉൾപ്പെടെയുള്ള ആളുകള് അവരവിടെ ആ വേദിയിൽ അരങ്ങേറിയ മോഹിനിയാട്ടത്തെ സംബന്ധിച്ചും കലാരൂപത്തെ സംബന്ധിച്ചും എല്ലാവരും കൃത്യമായിട്ട് അവര് പറഞ്ഞിരുന്നു. അത്തരം ആക്ഷേപം ഉണ്ടായത് BJPയുടെ ഭാഗമല്ല, ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രതികരണത്തെ അനുസരിച്ചിട്ടാണ് BJPയുടെയും പ്രതികരണം വന്നത്. ശരി, വളരെ നന്ദി ശ്രീ കൃഷ്ണകുമാർ. എന്തായാലും അങ്ങനെ അദ്ദേഹത്തിന്റെ ജഡ്ജി അദ്ദേഹത്തിന്റെ അദ്ദേഹം ഈ കലാപരിപാടികൾക്ക് ആകെ എതിരാണ്, അദ്ദേഹം സാംസ്കാരിക പരിപാടികളെ ആകെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്ന ആരോപണം, പ്രതിഷേധമൊക്കെ ഉയർന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയത് എന്തായാലും സന്തോഷകരമാണ്. അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും പറയുന്ന നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയത് എന്തായാലും സന്തോഷകരമാണ്. പക്ഷേ അതൊരിക്കലും മതപരമായിട്ടുള്ള എന്തെങ്കിലും റീസൺസിൻ്റെ ഭാഗമായിരുന്നില്ല എന്ന് അദ്ദേഹം വളരെ സങ്കടത്തോടെ തന്നെ പൊതുസമൂഹത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കറിയില്ല. അദ്ദേഹത്തെ പോലെ ഒരു ജഡ്ജി സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ആളുകൾ ഇങ്ങനെ റിട്ടേൺ ആയിട്ടുള്ളൊരു ഡോക്യുമെൻറ്റിനകത്ത് ഞാൻ ഭരതനാട്യം അരങ്ങേറ്റം വരെ പഠിച്ചിട്ടുണ്ട്, ഞാൻ 6 വർഷം കർണാടക സംഗീതം പഠിച്ചിട്ടുണ്ട്, സാംസ്കാരിക പരിപാടികളോടും നൃത്ത സംഗതികളോടുമൊക്കെ തനിക്ക് വലിയ ആഭിമുഖ്യമാണുള്ളത് എന്നൊന്നും കള്ളം പറയാൻ എന്തായാലും സാധ്യതയില്ല. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് കാര്യം പറയേണ്ടത്. അതുകൊണ്ട് എനിക്ക് ആർട്ടിനോടാകപ്പാടെ ബുദ്ധിമുട്ടാണ്, അത് മതപരമായിട്ടുള്ള എന്തോ റീസൺസ് കൊണ്ടാണ് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അലിഗേഷൻ സങ്കടകരമാണ്, തള്ളിക്കളയുന്നെന്ന് അദ്ദേഹം പറയേണ്ടത്, അത് മുഖവിലേക്ക് എടുക്കേണ്ടതുണ്ട്. പക്ഷേ അദ്ദേഹം ഈ പറയുന്നത്രയ്ക്ക് കലാമേഖലയിൽ താല്പര്യമൊക്കെ ഉണ്ടായിരുന്നൊരു മനുഷ്യൻ അപ്പുറത്തെ സ്കൂളിൽ സ്വന്തം വീടിന് മുന്നിൽ ഈ പറയുന്ന ഒരു മോഹിനിയാട്ടം പരിപാടി നടക്കുകയും അതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അലോസരമായിട്ട് തോന്നുന്നു അദ്ദേഹത്തിന് എന്ന് വെച്ചാൽ അത് ഒട്ടും ഗുണകരമായിട്ടുള്ള കാര്യമല്ല. അദ്ദേഹം ശബ്ദം കുറക്കാൻ ആവശ്യപ്പെട്ടു എന്നത് തന്നെയും ആ നിലക്ക് അങ്ങേയറ്റം പിശക് ഉള്ളൊരു സംഗതിയാണ്. ആ കലയോട് അത്രയും കാലം പഠിക്കുകയും മറ്റുമൊക്കെ ചെയ്ത ഒരാൾക്ക് മോഹിനിയാട്ടത്തിൻ്റെ ശബ്ദം, അതും നീന പ്രസാദ് പോലെ ഒരു വളരെ പ്രോമിനൻ്റ് ആയുള്ള ഡാൻസറുടെ പരിപാടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് വീട്ടിനകത്ത് ഇരിക്കാൻ തോന്നുന്നത് തന്നെ എങ്ങനെയാണ് ആ പരിപാടി കാണാൻ ഇറങ്ങാതെ. ഇനിയിപ്പോൾ വീട്ടിനകത്തിരിക്കുമ്പോൾ ആ ശബ്ദം, അതിൻ്റെ മനോഹരമായിട്ടുള്ള ആ നൃത്തച്ചുവടുകളുടെ ശബ്ദം അദ്ദേഹത്തിന് അലോസരമായിട്ട് തോന്നിയെന്നത് വളരെ വളരെ അത്ഭുതകരമാണ്. എന്തായാലും പ്രതിഷേധം നടത്തിയ ആളുകൾ ഇക്കാര്യത്തിൽ സന്തോഷവാന്മാരാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നെന്ന് പറയുന്ന നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ വർഗീയവൽക്കരണ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ നിൽക്കുകയില്ല എന്ന് അദ്ദേഹത്തിൻ്റെ കത്തിലൂടെ പറയുന്നുണ്ട്. ബാർ അസോസിയേഷനോട് ഈ പ്രതിഷേധം നടത്തിയ ആളുകൾക്കെതിരെ വേണ്ട രീതിയിൽ നടപടികൾ എടുക്കണമെന്ന് അദ്ദേഹം ആ കത്തിലൂടെ പറയുന്നുണ്ട്. എന്തായാലും ആദ്യമായിട്ടാണ് പ്രസാദ് ഉറുമ്പശ്ശേരിയാണ് അക്കാര്യം ചെയ്തത്. ആദ്യമായിട്ടാണ് നീന പ്രസാദിൻ്റെ ഈ നൃത്ത പരിപാടി തടസ്സപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ഈ ജഡ്ജിയുടെ പ്രതികരണം പുറത്തേക്ക് വരുന്നത്. വലിയ തോതിൽ ചർച്ചയായിരുന്നു. ജഡ്ജി ഇങ്ങനെ ഒരു പ്രതികരണത്തിലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളാണ് പ്രസാദ് ഉറുമ്പശ്ശേരി നൽകിയത്. മറ്റ് പലരും പ്രതികരിക്കുകയായിരുന്നു. മറ്റ് വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. ഈ ശ്രീധരൻ പാലക്കാട്ട് മാധ്യമപ്രവർത്തകരെ കാണുകയാണ്. ഒരുപക്ഷേ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കായിരിക്കും അദ്ദേഹം ഉത്തരം നൽകുന്നത്. ക്ഷമിക്കണം, പാലക്കാടല്ല, മലപ്പുറം. അതല്ല പറഞ്ഞത്, ശ്രീധരൻ ഇരട്ടത്താപ്പാ കാണിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ കണ്ടത് കൊങ്കൺ റെയിൽവേക്ക് ഒരു സ്റ്റാൻഡ്, KRailന് വേറെ സ്റ്റാൻഡ്, അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾക്ക് തന്നെ ആലോചിച്ചൂടെ. കൊങ്കൺ റെയിൽവേ അത് സിംഗിൾ ലൈനാണ്, അതിന് 2 സൈഡിലും മതിലുകളില്ലല്ലോ. ഇവിടെ വലിയ പ്രശ്നം ഇതാണ്. 8-9 അടി ഉയരത്തിലുള്ള മതിൽ 2 സൈഡിലും പണിയിലാണ്. അതാണ് പ്രധാന ഒബ്ജക്ഷൻ. അതുകൊണ്ടാണല്ലോ വൈഷമ്യങ്ങൾ മുഴുവൻ, അതുകൊണ്ടാണ് പരിസ്ഥിതി ആഘാതങ്ങൾ വരുന്നത്. ഇത് അദ്ദേഹത്തിന് കാണാൻ അറിയില്ലെങ്കിൽ പിന്നെ എന്താ പറഞ്ഞു തുടങ്ങാൻ പറ്റുമോ? കൊങ്കൺ റെയിൽവേ ഒരു വിഷമമുണ്ടായില്ലല്ലോ, ആരും എതിർത്തില്ലല്ലോ. അവിടെ 40,000 ആൾക്കാരിന് ഞാൻ ലാൻഡ് അക്വയർ ചെയ്തിരിക്കുന്നത്. അത് ഒരു കൊല്ലം കൊണ്ട് എല്ലാ ലാൻഡ് എടുക്കാൻ പറ്റിയിരിക്കുക. ഇവിടെ സാധിക്കില്ലല്ലോ. അപ്പോൾ അവിടെയും ഇവിടെയായിട്ട് കമ്പയർ ചെയ്യുന്നത് ശരിയല്ല. ഞാൻ പറഞ്ഞ പറ്റിയോണ്ടല്ല, എല്ലാവർക്കും മുമ്പേ അറിയാൻ റെയിൽവേ ബോർഡിന് ഇപ്പോൾ ഇവരുണ്ടാക്കിയ പദ്ധതി ശരിയല്ല എന്ന്. ഇതിൻ്റെ പ്രധാന കാരണം ഇവരുടെ ആദ്യത്തെ റിപ്പോർട്ട് റെയിൽവേ ബോർഡിന് സമർപ്പിച്ചപ്പോൾ അവർ ഈ ലൈൻ നിലത്തുകൂടെ പോകണമെന്ന് കാണിച്ചിട്ടില്ല, എലിവേറ്റഡാണ് കാണിച്ചിരിക്കുന്നത്. റെയിൽവേ ബോർഡിൻ്റെ ഇൻ പ്രിൻസിപ്പൽ അപ്രൂവലും എലിവേറ്റഡിനാണ്. ഇവിടെ നേരെ മറിച്ച് ആ ഭാഗം ഇവർ അതിനെപ്പറ്റി പറയുന്നേ ഇല്ല. ഇപ്പോൾ ഏകദേശം 400 കിലോമീറ്റർ നിലത്തുകൂടെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടുള്ള വൈഷമ്യമാണ് കാര്യമായിട്ട് ഇവിടെ. പിന്നെ ഗേജിൻ്റെ വൈഷമ്യം. ഗേജ് എന്താ ഈ സ്റ്റാൻഡേർഡ് ഗേജ് ഉണ്ടാക്കാനുള്ള കാരണം? അതുകൊണ്ട് റെയിൽവേക്ക് ഒരു ഗുണമില്ല, ഇന്ത്യൻ റെയിൽവേക്ക് ഒരു ഗുണമില്ല. ഇങ്ങനെയുള്ള സ്ഥിതികൾ വന്നുകൊണ്ടാണ് ഇതിപ്പം അങ്ങ് പ്രധാനമന്ത്രിക്ക് അതുപോലെ തന്നെ റെയിൽവേ മന്ത്രിക്കൊക്കെ
ലെറ്റർ അയച്ചു അല്ലെങ്കിൽ അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി എന്ന് പറയുന്നു. അവര് താങ്കൾക്ക് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലൊരു ഉറപ്പ് നൽകിയിട്ടുണ്ടോ? ഉറപ്പ് തന്നിട്ടില്ല. അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. അവർക്കറിയാം എന്താ യഥാർത്ഥ സ്ഥിതി എന്നറിയാം. കാരണം അവർ കണ്ടറിയാം 64,000 കോടിയിൽ ഈ പ്രോജക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇന്നലെ കൂടിയും റെയിൽവേ മിനിസ്റ്റർ രാജ്യസഭയിൽ പറഞ്ഞതാണ് ചുരുങ്ങിയത് 1,00,000 കോടി പണമാണ് അദ്ദേഹം പറഞ്ഞു. കണ്ടാലറിയാം ഒരു എനി സെൻസിബിൾ എഞ്ചിനീയർ വില്ലോ ഇത് കൊണ്ട് സാധിക്കില്ല എന്ന്. ഈ പദ്ധതിക്ക് അപ്രൂവൽ കിട്ടിയതിന് ശേഷം മാത്രമേ മുൻകൈയെടുക്കാവൂ അനുവദിക്കാവൂ എന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നു. സംസ്ഥാന സർക്കാർ പറയുന്നത് ഇപ്പോൾ അവർ പ്രധാനമായും ഭൂമി ഏറ്റെടുക്കുന്ന പരിപാടിയല്ല ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ നടക്കുന്നത് സാമൂഹ്യ ആഘാത പഠനമാണ്. എത്ര സ്ഥലം വേണം, ആരെയൊക്കെ കുടിവെപ്പിക്കേണ്ടി വരും, അവരുടെ സാമൂഹ്യ സാഹചര്യം എന്താണെന്ന് ഉൾപ്പെടുന്ന പഠനമാണ്. അങ്ങനെ ഒരു പഠനത്തിന് ഈ കല്ലിടേണ്ടതുണ്ട്. കാരണം പറമ്പിൽ കയറി കല്ലിടുന്നതല്ലേ ഒരു വൈകാരിക പ്രശ്നം. എന്ന് മാത്രമല്ല ഇന്നത്തെ പേപ്പറിൽ മാതൃഭൂമി ആരവിടെയല്ലേ മാതൃഭൂമിയുടെ പേപ്പർ കണ്ടു ഞാൻ ഹൈ സ്പീഡ് റെയിൽവേ ലൈൻ എടുത്തപ്പോഴും കല്ലിട്ടു എന്ന് പറഞ്ഞിട്ട് തീരെ തെറ്റാണ് അതെല്ലാം. ഇത് ഒരു സോഷ്യൽ ഇമ്പാക്ട് സ്റ്റഡി ചെയ്യാൻ കല്ലിടേണ്ട ആവശ്യമില്ല. കാര്യമായിട്ട് വേണ്ട സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്യാൻ വേണ്ടത്. അത് ഇതുവരെ ചെയ്തിട്ടില്ല അവർ. സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ സ്ഥലത്തും അന്നത്തെ എംബാങ്ക്മെൻ്റ് ഹൈറ്റ് എത്രയാണ്, അല്ലെങ്കിൽ കട്ടിങ്ങിൻ്റെ ഡെപ്ത് എത്രയാണ്, അതുകൊണ്ട് എത്ര ലാൻഡ് വേണമെന്നൊക്കെ ശരിക്കും അറിയാം. ആ ലാൻഡിൽ എന്താ വൈഷമ്യങ്ങളൊന്നും കണ്ടു പഠിക്കുക വേണ്ടു. ഞാൻ എത്രയോ പുതിയ ലൈൻ കൺസ്ട്രക്ട് ചെയ്ത ഒരാളാണ്. ഏകദേശം 1200 ന്യൂ ലൈൻസ് കൺസ്ട്രക്ട് ചെയ്ത ഒരാളാണ് ഞാൻ. കൊങ്കൺ റെയിൽവേ കൂട്ടിയിട്ട് 760 കിലോമീറ്റർ കൊങ്കൺ റെയിൽവേ. കേരളത്തിൽ തന്നെ എറണാകുളം ആലപ്പി കായംകുളം ഈ ലൈനൊക്കെ ഞാനാണ് ചെയ്തിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ദിണ്ടിക്കൽ കരൂർ, പിന്നെ തിരുനെൽവേലി, നമ്മുടെ ആ ലൈനൊക്കെ ഞാനാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു പുതിയ ലൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്ക് നല്ലോണം അറിയാം. ഈ സോഷ്യൽ ഇമ്പാക്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് കല്യാണം യാതൊരു ആവശ്യമില്ല. ഇവിടെ ഹൈക്കോർട്ടിനെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ചെയ്തിരിക്കണം. ലാൻഡ് അക്വയർ ചെയ്യാൻ വേണ്ടി കല്യാണം പറഞ്ഞു. ഇത് കണ്ടപ്പോൾ ആൾക്കാർ ഹൈക്കോർട്ടിൽ പോയി സ്റ്റേ മേടിച്ചു. അപ്പോഴാണ് ഹൈക്കോർട്ടിൽ അവർ ഒരു യൂ ടേൺ എടുത്ത് പറഞ്ഞാൽ ഞങ്ങൾ സ്ഥലം എടുക്കാനല്ല കല്ലിട്ടിരിക്കുന്നത്, ഈ സാമൂഹിക ആഘാതം പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. ഇതിൻ്റെ യാതൊരു ആവശ്യമില്ല. സാമൂഹ്യ ആഘാതം അല്ലെങ്കിൽ പാരിസ്ഥിതിക ഇതൊക്കെ പഠിക്കണമെങ്കിൽ കല്ലിടേണ്ട ആവശ്യമില്ല. സെൻട്രൽ ലൈൻ ആവശ്യം. അത് ചെയ്തിട്ടില്ല. പ്രധാനമായിട്ട് സെൻട്രൽ ലൈൻ ആവശ്യം. ഈ കല്ലിടുന്നതാണ് ഇപ്പം ഈ പദ്ധതിക്ക് നിലവിൽ നാട്ടുകാരുടെയൊക്കെ എതിർപ്പിനൊരു കാരണം കല്ലിടലാണ്. ആ കല്ലിടലില്ലാതെ ഇത് മുന്നോട്ട് സുഗമമായി പോകാൻ പറ്റും എന്നാണ് സാർ പറയുന്നത്. അല്ല, അതിന് പറയില്ല. കല്ലിടേണ്ടി വരും. ലാൻഡ് അക്വയറും കല്ലിടേണ്ടി വരും. പക്ഷെ കല്ലിട്ടിട്ട് ഇത് ആഘാത സ്ഥലത്തിക്കാന്ന് പറയുന്ന തെറ്റ്. ഈ ശ്രീധരൻ മലപ്പുറത്ത് വാർത്താ സമ്മേളനം നടത്തുകയാണ്. സിൽവർ ലൈൻ പദ്ധതി അനാവശ്യമാണ്, അല്ലെങ്കിൽ അതിനെതിരായുള്ള അഭിപ്രായങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഈ സാമൂഹ്യാഘാത പഠനം നടത്താൻ അല്ലെങ്കിൽ പാരിസ്ഥിതിക ആഘാത പഠനം നടത്താനൊന്നും കല്ലിടേണ്ട ആവശ്യമില്ല. ഇത് സ്ഥലമേറ്റെടുക്കാൻ വേണ്ടിയുള്ള കല്ലിടൽ തന്നെയായിരുന്നു. പക്ഷേ കോടതി അക്കാര്യത്തിൽ ചോദിച്ചപ്പോൾ യു ടേൺ എടുക്കുകയായിരുന്നു സർക്കാർ എന്നാണ് അദ്ദേഹം വിമർശിക്കുന്നത്. അതിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറയുകയാണ്. സിൽവർ ലൈൻ കല്ലിടൽ താൽക്കാലികമായിട്ട് നിർത്തിവെക്കാൻ സർക്കാർ തീരുമാനിച്ചു. ബോധവൽക്കരണത്തിന് ശേഷം തുടർ നടപടികൾ മതിയെന്നാണ് നിലവിലെ ധാരണ. കല്ലിടൽ നിർത്താൻ നിർദ്ദേശം നൽകിയിട്ടില്ല എന്നാണ് കേരയിൽ കോർപ്പറേഷന്റെ വിശദീകരണം. ജില്ലകളിലെ സാഹചര്യം കണക്കിലെടുത്ത് തീരുമാനമെടുക്കും. കല്ലിടൽ നിർത്തും വരെ പ്രതിഷേധം തുടരുമെന്ന് എറണാകുളത്തെ സമരക്കാർ പ്രതികരിച്ചു. ചിലപ്പോൾ ഇന്നത്തെ സർവേ നിർത്തിവെച്ചിട്ട് നാളെ വീണ്ടും അവർ വരുമായിരിക്കും. ഞങ്ങൾ എന്നാ വന്നാലും അവരെന്തെല്ലാം നിർത്തിയാലും അവർ ശരിക്കും പിന്മാറിയെങ്കിൽ മാത്രമേ ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറൂ. അല്ലെങ്കിൽ ഞങ്ങളുടെ മരണം വരെ ഞങ്ങൾ ഈ സമരത്തിൽ നമ്മൾ ലാത്തി ചാർജ് പങ്കെടുക്കാനോ കല്ല് പറിക്കാനോ ഇതൊന്നും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പരിപാടിയല്ല. ഇത് ജനങ്ങളെ വേദനിപ്പിക്കാതെ നല്ല രീതിയിൽ നിർത്തിവച്ചിട്ട് നല്ല രീതിയിൽ ശാസ്ത്രീയ പഠനം നടത്തി കിടപ്പടം പോകാതെ, പ്രത്യേകിച്ച് ഞാൻ പറയണതെന്ന് വെച്ചാൽ ഈ പാടശേഖരങ്ങളിൽ കൂടി പോകുമായിരുന്നെങ്കിൽ 30ഓളം കുടുംബം നഷ്ടപ്പെടില്ലായിരുന്നു. ചുമ്മാ പാവപ്പെട്ടവന്റെ നെഞ്ഞത്തോടെ ഈ കല്ലും കൊണ്ട് വന്നിട്ട് വേദനിപ്പിക്കുന്ന ഒരു വിഷയം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് മഞ്ഞ പെയിന്റിൽ മുക്കി മഞ്ഞക്കല്ലുമായിട്ട് വന്നിട്ട് മരണക്കല്ലാക്കി ഞങ്ങളുടെ വീടുകളിൽ കുത്തിച്ചാരാമൊന്നും നടക്കില്ല. വിവരങ്ങളുമായി വി അരുൺ ചേരുന്നു. അരുൺ, സർക്കാർ ഏതായാലും ഈ പ്രതിഷേധങ്ങൾക്ക് വഴങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണല്ലോ കാണേണ്ടത്. ഇത് താൽക്കാലികമായിട്ടൊരു നിർത്തിവെക്കൽ മാത്രമാണോ? അങ്ങനെയാണെങ്കിൽ എപ്പോഴേക്കായിരിക്കും പുനരാരംഭിക്കുക ഇത്?
അത്തരത്തിലൊരു ഔദ്യോഗിക പ്രഖ്യാപനം റെയിൽവേയുടെ കേരള കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ സർക്കാരിൽ നിന്ന് അത്തരമൊരു രാഷ്ട്രീയ തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ജനങ്ങളെ വെറുപ്പിക്കുന്ന, ജനങ്ങളെ എതിരാക്കുന്ന കല്ലിടൽ തൽക്കാലത്തേക്ക് വേണ്ട, അതിനു പകരം അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം, അതിനുശേഷം കല്ലിടലുമായി മുന്നോട്ട് പോയാൽ മതിയെന്നൊരു നിർദ്ദേശമാണ് കേരള കോർപ്പറേഷൻ സർക്കാർ നൽകിയിരിക്കുന്നത്. പക്ഷേ അത്തരമൊരു വാർത്ത സ്ഥിരീകരിക്കാൻ കേരള കോർപ്പറേഷൻ തയ്യാറായിട്ടില്ല. ഇത്തരം ഒരു നിർദ്ദേശം ലഭിച്ചിരുന്നതാണ് കേരള കോർപ്പറേഷന്റെ വിശദീകരണം. പക്ഷേ ബോധവത്കരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് അവരും സ്ഥിരീകരിക്കുന്നു. ബോധവത്കരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കും. ഓരോ പ്രദേശത്തെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് മാത്രമേ കല്ലിടൽ ഉണ്ടാകുകയുള്ളൂ എന്നും കേരള കോർപ്പറേഷൻ വിശദീകരിക്കുന്നു. ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ സർക്കാരിന്റെ ഭാഗത്തും ശ്രമങ്ങൾ ഉണ്ടാകും. അതിനു പുറമെ CPI നേതാക്കളും ഭവന സന്ദർശനം നടത്തിയ കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കും. പലയിടത്തും കല്ലിടൽ വലിയ സംഘർഷത്തിലേക്ക് മാറുന്നു. സർക്കാരിനെതിരെ വലിയ ജനവികാരം ഉയർന്നു വരുന്നു. പ്രതിപക്ഷം അതിൽ വലിയൊരു റോൾ വഹിക്കുന്നുമുണ്ട്. ആ സാഹചര്യത്തിലാണ് ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ ശേഷം കല്ലിടൽ മതി, അല്ലെങ്കിൽ കല്ലിടലിന് പകരം മറ്റു വഴികൾ തേടണമെന്ന ഒരു രാഷ്ട്രീയ നിർദ്ദേശം തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ശരി, നന്ദി അരുൺ വിവരങ്ങൾക്ക്. സിൽവർ ലൈൻ പദ്ധതിക്കായി ബലം പ്രയോഗിച്ച് ആരുടെയും ഭൂമി ഏറ്റെടുക്കില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. സാമൂഹികാഘാത പഠനത്തിന് വേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രതിപക്ഷത്തിന്റെയും വർഗീയ ശക്തികളുടെയും നേതൃത്വത്തിൽ അരാജക സമരമാണ് നടക്കുന്നത് എന്നും കോടിയേരി വിമർശിച്ചു. ദേശാഭിമാനിയിലെ ലേഖനത്തിലാണ് കോടിയേരി ഈ നിലപാട് വ്യക്തമാക്കിയത്. സിൽവർ ലൈൻ പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറും വരെ സമരം തുടരുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. റെയിൽ മന്ത്രി രാജ്യസഭയിൽ ഉയർത്തിയത് പ്രതിപക്ഷത്തിന്റെ അതേ ആശങ്കയാണ്. MP-മാർക്കെതിരായ പോലീസ് മർദ്ദനത്തെ ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രിയും കോടിയേരിയും ഭൂതകാലം മറന്ന് പെരുമാറുന്നുവെന്നും VD സതീശൻ വിമർശിച്ചു. പാർട്ടി കോൺഗ്രസ് നടക്കുന്നതുവരെ വിവാദം വേണ്ട എന്ന് സർക്കാർ അനൌദ്യോഗികമായി തീരുമാനിച്ചു എന്നാണ് ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത്. അല്ലാതെ താൽക്കാലികമായിട്ടാണ്. ഇനിയിപ്പോൾ ഈ കല്ലിടൽ നിർത്തിവെച്ചാലും സിൽവർ ലൈൻ പദ്ധതിയിൽ നിന്ന് സർക്കാർ പൂർണ്ണമായി പിന്മാറി എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നതുവരെ UDF സമരവുമായി മുന്നോട്ട് പോകും. ഒരു പ്രകോപനവും കൂടാതെ ഡൽഹിയിൽ പാർലമെന്റിന് മുമ്പിൽ വെച്ച് ഡൽഹിയിലെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചപ്പോൾ അതിൽ ആഹ്ലാദിക്കുന്ന മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയെയുമാണ് ഞങ്ങൾ കണ്ടത്. അതിലൊരു വിഷമം പോലും രേഖപ്പെടുത്താതെ, അതിനെ ഒന്ന് അപലപിക്കാതെ നിലവാരം വിട്ട് MP-മാർ പെരുമാറി എന്നാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ പഴയകാലം മറക്കാതിരുന്നാൽ നല്ലതാണ്. കോടിയേരി എന്താണ് പറഞ്ഞത്? അടി നേരത്തെ കിട്ടേണ്ടതായിരുന്നു, അടി കൊള്ളേണ്ട പണിയാണ് ചെയ്യുന്നതെന്ന്. ഇദ്ദേഹം ആരായിരുന്നു? പോലീസ് സ്റ്റേഷന് മുമ്പിൽ ചെന്ന് വേണമെങ്കിൽ പോലീസ് സ്റ്റേഷന്റെ അകത്തും ബോംബ് നിർമ്മിക്കുമെന്ന് പറഞ്ഞ ഒരാൾ, അദ്ദേഹവും അദ്ദേഹത്തിന്റെ പഴയകാലം മറന്നുപോവുകയാണ്. കേരളയിൽ വിരുദ്ധ സമരത്തിന് ജനങ്ങളുടെ പിന്തുണയില്ല എന്ന് LDF കൺവീനർ A വിജയരാഘവൻ. പ്രാഥമിക സർവേ മാത്രമാണ് നടക്കുന്നത്. ഇന്ത്യയിൽ എവിടെയും കൊടുക്കാത്ത നഷ്ടപരിഹാരമാണ് കേരളത്തിൽ കൊടുക്കുന്നത് എന്നും വിജയരാഘവൻ പറഞ്ഞു. ഇതൊന്നും ജനങ്ങളുടെ പിന്തുണയുള്ള സമരമേ അല്ല. കോൺഗ്രസ്സുകാരും BJP-കാരും UDF-കാരും നടത്തുന്ന ചില ഒറ്റപ്പെട്ട സമരങ്ങളാണ്. ബഹുജന പിന്തുണ ഈ സമരത്തിനില്ല. ഇത് സംബന്ധിച്ചുള്ള ഒരു പ്രാഥമിക സർവേ മാത്രമാണ് നടക്കുന്നത്. റെയിൽവേ എത്ര സർവേ നടത്തിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ? സിൽവർ ലൈൻ വിഷയത്തിൽ UDF MP-മാർക്കെതിരെ AK ബാലൻ ഡൽഹിയിൽ നടത്തിയ പ്രതിഷേധം രാജ്യത്തിന് അപമാനമാണ് എന്ന് ബാലൻ പറഞ്ഞു. പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയുടെ സിൽവർ ലൈൻ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയോടെ സിൽവർ ലൈൻ ഗോൾഡൻ ലൈനായി മാറിയിരിക്കുകയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവെച്ച കാശ് നഷ്ടമാകുമെന്നും AK ബാലൻ പറഞ്ഞു. കേരളത്തിലെ പ്രതിപക്ഷം കേരളത്തിന് അപമാനമാണ് എന്ന് നിരവധി സംഭവങ്ങൾ വഴി അവർ തെളിയിച്ചിട്ടുണ്ട്. ഇന്നലെ പാർലമെൻറ്റിൻ്റെ മുമ്പിൽ കണ്ട സംഭവത്തോടുകൂടി ഇന്ത്യക്ക് അപമാനമാണ് കേരളത്തിലെ പ്രതിപക്ഷവും കേരളത്തിലെ പ്രതിപക്ഷ MP-മാരും എന്ന് തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട കേരളത്തിലെ പ്രതിപക്ഷ MP-മാർ കേരളത്തിന് വികസനം വേണ്ട, റെയിൽ വേണ്ട, ഒന്നും വേണ്ട എന്ന നിഷേധാത്മക നിലപാട് സ്വീകരിക്കുന്നത് സാധാരണ നിലയിൽ ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. കെട്ടിവെച്ച കാശ് അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടില്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്നലെ പ്രധാനമന്ത്രിയെ കണ്ടതോടുകൂടി ഒരു കാര്യം വളരെ വ്യക്തമായി. ഇത് സിൽവർ ലൈൻ അല്ല, ഗോൾഡൻ ലൈനാകാൻ പോവുകയാണ്. കേരളത്തിന് ദോഷം വരുന്ന പദ്ധതികൾക്ക് അത്ര എളുപ്പം കേന്ദ്രത്തിന്റെ ലൈസൻസ് കിട്ടില്ല എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. കേരളത്തിന് വിനാശകരമായ പദ്ധതിയാണ്. മുഖ്യമന്ത്രിമാർ പറയുന്നത് ശ്രദ്ധാപൂർവ്വം പ്രധാനമന്ത്രി കേൾക്കുന്നത് സ്വാഭാവികമാണ്. മുഖ്യമന്ത്രിയുടേത് ആസൂത്രിതമായ വ്യാജ പ്രചാരണമാണെന്നും സുരേന്ദ്രൻ ആരോപിച്ചു.
ഒരു തരത്തിലുള്ള അനുമതിയും കേന്ദ്ര ഗവൺമെൻറ് ഈ നിമിഷം വരെ കെയർ പദ്ധതിക്ക് നൽകിയിട്ടില്ല. അത് വസ്തുതയാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ മുഖ്യമന്ത്രിമാർ വരുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക എന്നുള്ളത് ഒരു സാമാന്യമായിട്ടുള്ള നീതിയാണ്. അദ്ദേഹം എപ്പോഴും രാഷ്ട്രീയം നോക്കാറില്ല കാര്യത്തിൽ. കേരളത്തിൻ്റെ ആവശ്യങ്ങൾ അദ്ദേഹം ശ്രദ്ധാപൂർവം കേൾക്കും. കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾക്ക് സത്വര നടപടികളുണ്ടാവും. കേരളത്തിന് ദോഷം വരുന്ന പദ്ധതികൾക്ക് അത്ര എളുപ്പത്തിൽ ലൈസൻസ് കിട്ടില്ല. അതാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു രീതി. കേരളയിൽ സർവേ നടക്കുന്ന പ്രദേശങ്ങളിലെ വീടുകളിൽ ഡിവൈഎഫ്ഐ ബോധവൽക്കരണം ആരംഭിച്ചു. സംസ്ഥാന വ്യാപകമായ സന്ദർശന പരിപാടിക്ക് കണ്ണൂർ തളാപ്പിൽ നിന്നാണ് തുടക്കമായത്. സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജിന്റെ നേതൃത്വത്തിൽ നിർദ്ദിഷ്ട പദ്ധതിക്കായി സർവേ കല്ലിട്ട വീടുകളിൽ ബോധവൽക്കരണം നടത്തി. ചോറ്റാനിക്കരയിൽ ജനസഭ ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് എസ് സതീഷ് ഉദ്ഘാടനം ചെയ്തു. പദ്ധതി ജനങ്ങൾക്ക് വിശദീകരിച്ചു നൽകുമെന്നും ആശങ്ക അകറ്റാൻ ലക്ഷ്യമിട്ടാണ് വീട് കയറി ബോധവൽക്കരണ പരിപാടിയെന്നും നേതാക്കൾ വ്യക്തമാക്കി. ഇടവേളയിലേക്ക്. ബ്ലഡ് ക്യാൻസർ ബാധിച്ച 7 വയസ്സുകാരന്റെ ജീവൻ നിലനിർത്താനായി രക്തമൂലകോശം കണ്ടെത്താനുള്ള ക്യാമ്പ് തിരുവനന്തപുരത്ത് ആരംഭിച്ചു. തിരുവനന്തപുരം ഹസൻ മരക്കാർ ഹാളിലാണ് ക്യാമ്പ്. ഉമേഷ് ബാലകൃഷ്ണന്റെ റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരം ഹസൻ മരക്കാർ ഹാളിൽ ഇപ്പോൾ ക്യാമ്പ് പുരോഗമിക്കുകയാണ്. ശ്രീനന്ദന്റെ ജീവൻ നിലനിർത്താൻ ഇനി ഈ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. അതായത് മൂലരക്തകോശം ശ്രീനന്ദന്റെ മൂലരക്തകോശവുമായി ജനിതകമായി ശരിയായി വരുന്ന അല്ലെങ്കിൽ മാച്ച് ചെയ്യുന്ന മൂലരക്തകോശം കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഇത്തരത്തിൽ വലിയൊരു ക്യാമ്പ് നടത്തുന്നത്. നിരവധി പേർ, സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ള നിരവധി പേർ ഇവിടെ എത്തി ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. ക്യാമ്പിൽ പങ്കെടുത്തതിൻ്റെ ഒരു ലക്ഷ്യം എന്നാൽ ഇതിൻ്റെ സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ശ്രീനന്ദൻ 7 വയസ്സുകാരനാണ്. ശ്രീനന്ദന്റെ ബ്ലഡ് ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് രക്തം ഉൽപ്പാദിപ്പിക്കേണ്ട മൂലരക്തകോശം നശിച്ചുപോയി. അതുകൊണ്ട് തന്നെ രക്തം ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഇനി ഇത്തരത്തിൽ ഒരു ഡോണറെ കണ്ടെത്തി മൂലരക്തകോശം നൽകിയാൽ മാത്രമേ അത് ഒരുപക്ഷെ വീണ്ടും ജീവൻ നിലനിർത്തി മുന്നോട്ട് പോകാനാകും. എന്തായാലും ഇതിന് നേതൃത്വം നൽകുന്നത്, ക്യാമ്പിന് നേതൃത്വം നൽകുന്നത് ധാത്രി ഏജൻസിയാണ്. അതിൻ്റെ ഒരു സാങ്കേതിക വിശദീകരണം തരും. നമുക്ക് പലർക്കും, കാരണം ഈ കേരളത്തിൽ ഇത് കേട്ടിട്ടില്ലാത്തതാണ്. എന്താണ് ഇതിൻ്റെ ഒരു സാങ്കേതിക വിശദീകരണം? എന്താണ് ശ്രീനന്ദന്റെ അവസ്ഥ? ഈ മൂലരക്തകോശം കണ്ടെത്തി അതെങ്ങനെയാണ് മാച്ച് ചെയ്യിക്കാൻ കഴിയുന്നത്? ഓക്കെ, നമ്മളിവിടെ നടക്കുന്ന ഒരു മൂലകോശ ദാതാവായിട്ടുള്ളൊരു രജിസ്ട്രേഷൻ ക്യാമ്പയിനാണ്. നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഒരു ബ്ലഡ് സ്റ്റെം സെൽ ഡോണറായിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ ക്യാമ്പയിനാണ് ഇന്നിവിടെ നടക്കുന്നത്. അപ്പം നമ്മൾ ബ്ലഡ് ദാനം എല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ബ്ലഡ് ദാനം ചെയ്യുമ്പോൾ ഒരു ബ്ലഡ് ഗ്രൂപ്പ് മാച്ച് നോക്കിയിട്ടാണ് നമ്മളൊരാൾക്ക് ബ്ലഡ് എത്തിക്കുക. അപ്പം ഈ ബ്ലഡ് ക്യാൻസർ പോലെ മാരകമായിട്ട് ബ്ലഡിലുണ്ടാകുന്ന അസുഖങ്ങൾക്ക് ചില കേസുകളിൽ ഡോക്ടർമാർ പറയുന്ന ഒരു അവസാനത്തെ പ്രതിവിധിയാണ് ഒരു ബ്ലഡ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്ന ഒരു ചികിത്സ. അപ്പോൾ ഈ ഒരു ബ്ലഡ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റിന് നമുക്കൊരു സെൽ ലെവൽ മാച്ച് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരാൾക്ക് വേറൊരു ദാതാവിന് ഇത് ദാനം ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ സ്റ്റെം സെൽസ് അഥവാ മൂലകോശങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിൻ്റെ പ്രിലിമിനറി സെൽസ് അല്ലെങ്കിൽ ഒരു പേരൻ്റ് കോശങ്ങളാണ്. ബ്ലഡ് തന്നെയാണ് അതിൻ്റെ ഒരു ഇനീഷ്യൽ ഫോമാണ്. അത് മജ്ജയ്ക്കകത്താണ് കാണപ്പെടുന്നത്. അപ്പോൾ പണ്ട് നമ്മൾ ദാനം ചെയ്യണം, മജ്ജ ദാനമൊക്കെ ചെയ്യണമായിരുന്നു. ഇപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് നമ്മൾ പ്ലേറ്റ്ലെറ്റ് ദാനം ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ബ്ലഡിൽ കൂടെ തന്നെ ഈ കോശങ്ങൾ ദാനം ചെയ്യാം. അതിനൊരു കോശങ്ങളുടെ ലെവലൊരു മാച്ചാണ് ആവശ്യം. അപ്പം ഈ ശ്രീനന്ദനെ പോലെ ഒരുപാട് കുഞ്ഞുങ്ങൾ ഈ ഒരു മാച്ചിന് വേണ്ടിയിട്ട് നോക്കുന്ന ആളുകളുണ്ട്, ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവർക്കൊക്കെ ആവശ്യം ഒരു മാച്ചാണ്. അപ്പോൾ ആദ്യം നമ്മൾ മാച്ച് നോക്കുന്നത് നമ്മുടെ കുടുംബത്തിലായിരിക്കും. അപ്പോൾ കുടുംബത്തിൽ നിന്നൊരു മാച്ച് കിട്ടാനുള്ള സാധ്യത 30%. അപ്പോൾ കുടുംബത്തിൽ നിന്നൊരു മാച്ച് വരാതെ ഇരിക്കുന്നൊരു സമയത്ത് നമ്മൾ പുറത്തുള്ള ആളുകളുടെ മാച്ച് നോക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിന് ഒരു മാച്ച് കണ്ടെത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഒരു സ്റ്റെം സെൽ രജിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ധാത്രി എന്ന് പറയുന്ന ഇന്ത്യയിലെ ലാർജസ്റ്റ് സ്റ്റെം സെൽ രജിസ്ട്രിയാണ്. നമ്മൾ ഇതുപോലുള്ള ആളുകളിലേക്ക് ഇതിൻ്റെ ബോധവൽക്കരണം എത്തിച്ച ആളുകളെ ഡോണേഴ്സായിട്ട് രജിസ്റ്റർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ അന്ന് അതുപോലെ ഒരു ക്യാമ്പാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. നമസ്കാരം.